ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു ഭാര്യ പരാതി പറഞ്ഞ് പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമല്ല. സമൂഹത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ടില്ല. ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്. വളരെ ഭംഗിയായി ഇന്നും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭരണം നടത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അപവാദങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വകുപ്പിൽ ഒരാൾ പോലും ചൊവ്വേ നേരെ അവസാനം വരെ ഇരുന്നു. ദാർഢ്യവും മാടമ്പിത്തരമാണ് വാക്കിലും പ്രവൃത്തിയിലുള്ളത്. പിന്നെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടു നടന്നുകൊണ്ട് നമ്പർ 1 മന്ത്രി എന്ന് പത്രത്തിലടുപ്പിക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതിൻ്റെ പിന്നിലെ ചരിത്രം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് വളരെ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ പറ്റിയ ഏറ്റവും അപജയമായിപ്പോയി. ഇതിന് ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ന്യായവും നീതിയുമായ ഒരു തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചു എന്ന് തോന്നാവുന്ന ഒരു തീരുമാനം. ആരും വാദി പിൻവലിച്ചു എന്നുള്ളത് കൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല. എത്ര പിൻവലിച്ചാലും ചെയ്ത തെറ്റ് അതുപോലെ നിലനിൽക്കുക. അതൊരു മന്ത്രിയായിട്ട് നിന്നുകൊണ്ട് ചെയ്തതാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഇതെല്ലാം പോലീസ് എസ്കോർട്ടുകളും ഈ ഭരണവും പുള്ളിയുടെ ഈ സംവിധാനങ്ങളെല്ലാം ഇന്ന് പുള്ളിയുടെ സ്വകാര്യമായ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യമൊന്നല്ല. ഞാൻ ഇത്രയേ പറയുന്നുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. രാജ്യമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സജീവമായി ഇദ്ദേഹത്തിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ചു. പറയാൻ കൊള്ളാവാ 5000 ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് പറയാൻ, പ്രണയിക്കുണ്ടെന്ന് പറയാൻ തലയിൽ ആൾത്താമസമുള്ളവർ പറയുമോ? അല്ലാത്ത നമ്മളെല്ലാം അങ്ങനെ പ്രണയിക്കാത്ത നമ്മളെല്ലാം പൊട്ടന്മാരും ചണ്ണന്മാരുമാണെന്നാണ് പറയണത്. ഇവരാൾക്ക് പറയാൻ കൊള്ളാല്ല. ഇയാളെയൊക്കെ പിടിച്ച് ഊളം പറഞ്ഞയക്കേണ്ടതല്ലേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. ഞാനൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രി ന്യായമായ തീരുമാനിക്കട്ടെ. രാജി വേണമെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തന്നെ പത്തനാപുരം യൂണിയൻ തന്നെ NSSന്റെ അത് പിരിച്ചുവിടാൻ പോയാണ്. പിരിച്ചുവിട്ടിട്ട് പിന്നെ കാലെ പിടിച്ച് സുധാകരനാരുടെ കാലെ പിടിച്ചിട്ട് പിരിച്ചുവിടാതിരുന്നെന്ന് ഞാൻ അറിയുന്നത്. കാരണം പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി ഉണ്ടായതുകൊണ്ടാണ്. ഇത് കേട്ടാ നിങ്ങൾ തിരക്ക്. പത്മ കഫേ അവിടെ നിർമ്മാണത്തിന് ചുമതല എടുത്തിട്ട് അതിന് അഴിമതി ഉണ്ടായിട്ട് ഇദ്ദേഹത്തെ മൊത്തം യൂണിയൻ പിരിച്ചുവിട്ട. പിന്നെ കാലെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അന്വേഷണം കൊണ്ട് പിന്നെയും പിടിച്ചു നിന്നു. ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഇന്നലെ NSSന്റെ ആസ്ഥാനത്ത് ഈ അങ്ങ് പറഞ്ഞ പോലെ പത്തനാപുരത്തു നിന്ന് കുറച്ച് ആളുകൾ ചെന്നിട്ടുണ്ടായിരുന്നു രാജ്യസന്നദ്ധ അറിയിച്ചിട്ട്. അവിടെ ഈ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മന്ത്രി ഈ സുകുമാരൻ നായരെ വിളിച്ച് ഒരു ദിവസം സമയം ചോദിച്ചുകൊണ്ടാണ് ആ യൂണിയൻ പിരിച്ചുവിടാതെ പിരിച്ചുവിട്ടതെന്നാണ് കേൾക്കുന്നത്. അറിഞ്ഞിരുന്നു? ഇന്നലെ ഈ NSSന്റെ ആസ്ഥാനത്തെ പത്തനാപുരത്ത് തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചിട്ട് ഇവരെ യൂണിയനിൽ പെട്ട 13 പേര് ചെന്നിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞത് ഇവരെ കാണാതെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മന്ത്രി വിളിച്ചിട്ട് ഗണേശന് വേണ്ടി ഒരു ദിവസത്തെ സമയം ചോദിച്ചു എന്നാ പറയുന്നത്. ഈ വിഷയം അങ്ങ് പറഞ്ഞല്ലോ, ഇത് പരാതിയില്ലെങ്കിൽ കേസില്ലാതാകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഒരു മന്ത്രി തന്നെ NSS ആസ്ഥാനത്ത് വിളിച്ചിട്ട് നടപടി എടുക്കരുതെന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നതിൽ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണത്. ഏതായാലും പിരിച്ചുവിടാൻ പോയതാണ്. ആ പിരിച്ചുവിട്ടിട്ട് ചെന്ന് ഗണേശനും മിസ്റ്റർ സുകുമാരനാരുടെ കാലെ പിടിച്ചുകൊണ്ടാണ് തൽക്കാലം വിടാഞ്ഞത്. അവിടെ അഴിമതിയാണ്. പത്മ കഫേ വലിയൊരു ആശയത്തിൽ NSS നടത്തി വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതിയിൽ തന്നെ അഴിമതി ഉണ്ടായിട്ടാണ് പിരിച്ചുവിടാൻ പോയത്. സെക്രട്ടറി, ഒരു കാര്യം കൂടി. വളരെ അടുത്ത സുഹൃത്താണ് ജി സുധകൻ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. പുള്ളി ഒരുപാട് പരാതി പറയുന്നുണ്ട്, പുള്ളി അവഗണിക്കുന്നു എന്നൊക്കെ. എന്താണ് ഈ വിഷയത്തിൽ സെക്രട്ടറിയുടെ പറയുന്നത്? സുധാകർ സാർ ആലപ്പുഴയിലെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു മന്ത്രി തന്നെയായിരുന്നു. ജനപ്രിയനുമാണ്.
അവഗണിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ അത് എന്തുമാത്രം ശരിയുണ്ടോ തെറ്റുണ്ടെന്നോ എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പരാതിയും പരിഭവങ്ങളുണ്ട്. ഐസക് സാറും സുധാകരൻ സാറും ഇവരൊന്നിച്ച് നിന്ന് ഇവിടെ ഒരു ഭരണം നടത്തിയപ്പോൾ ഈ കേരളത്തിൽ വലിയ അത്ഭുതങ്ങളും വളരെ ജനപ്രീതിയും വലിയ വികസനങ്ങളും ഇവിടെ നടന്നിരുന്നു. അപ്പോൾ സുധാകരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില പരിഭവങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഐസക് സാറിന് ഇടം കൊടുത്തു, സുധാകരൻ സാറിന് ഒരു ഇടം കൊടുത്തില്ല എന്നൊരു സ്വാഭാവികമായും ഒരു മനപ്രയാസം ഉള്ളിൽ കാണും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആള്, അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് വന്ന ആള് അദ്ദേഹത്തോട് വളരെ അപമര്യാദയായി പെരുമാറുന്നു എന്ന് ഇപ്പോഴത്തെ MLA വളർത്തിക്കൊണ്ടത്. ഈ രണ്ടെല്ലാം ഭൗതികവും മാങ്ങാച്ചൂടും രണ്ടും കൂടെ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ മനപ്രയാസം ഉണ്ടായി നിൽക്കുന്നു. അതെല്ലാം പാർട്ടി തലത്തിലും അവരെല്ലാം പറഞ്ഞ് തീർക്കേണ്ട വിഷയങ്ങളാണ്. എന്നാലും ആ മണ്ഡലത്തിൽ നല്ല വേറുള്ള ജനപ്രിയനായിട്ട് തന്നെ ഇന്ന് സുധാകരൻ സാറും ആർക്കും ഒഴിവാക്കാനൊക്കുന്ന, തള്ളിക്കളയാനൊക്കുന്ന ഒരു ജനപ്രതിനിധി അല്ല അദ്ദേഹം. അതെനിക്കറിയില്ല. മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. UDF-ലേക്കൊക്കെ അദ്ദേഹം പോകുന്നത് ആത്മഹത്യാപരമാണ്. നടപടിക്രമങ്ങൾ പാർട്ടി നടത്തിയായിരുന്നു, അതായത് അങ്ങനെ നീക്കങ്ങളൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ അതിനോട് അദ്ദേഹം പ്രതികരിക്കാത്തതുകൊണ്ട് പാർട്ടി ഏകദേശം ഒരു വേണ്ടാന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തുടരണം, അദ്ദേഹത്തെ കൂടെ നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ടോ? മന്ത്രിസഭയിൽ തറപ്രവർത്തനം നടത്തി KB ഗണേഷ് കുമാർ, ഭാര്യ പരാതി പറഞ്ഞൊരു കാര്യമില്ല, അതുകൊണ്ട് നടപടി വേണം എന്നുകൂടി പറയുന്നു വെള്ളാപ്പള്ളി നടത്തി. അതോടൊപ്പം തന്നെ ഈ 5000 പ്രണയമുണ്ട്, പ്രണയമില്ലാത്തവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുന്നത് ശരിയല്ല എന്നും ഈ പറയുന്ന ഒരുപാട് നോക്കിയിട്ടും പ്രണയം കിട്ടാത്ത സിംഗിൾസ് റെഡി ടു മിംഗിൾസിനുള്ള ഐക്യദാർഢ്യം കൂടി അറിയിക്കുന്നു വെള്ളാപ്പള്ളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.